ഈ വർഷത്തെ SSLC പരീക്ഷകൾ ഇന്ന് പൂർത്തിയായി. ഏപ്രിൽ 3 മുതൽ മൂല്യനിർണ്ണയം ആരംഭിച്ച് മെയ് പകുതിയോടെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും. ജൂണിൽ +1 ക്ലാസുകൾ ആരംഭിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക 8881000222. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 2,955, ഗൾഫ് മേഖലയിൽ 7, ലക്ഷദ്വീപിൽ 9 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. റെഗുലർ വിഭാഗത്തിൽ 4,27,105 വിദ്യാർത്ഥികളും പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേരും പരീക്ഷ എഴുതി. മലയാളം മീഡിയത്തിൽ 1,67,772 വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ 2,56,135 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. ഗൾഫ് മേഖലയിൽ 536 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 285 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. SSLC പരീക്ഷയ്ക്കു ശേഷം പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ യൂണിഫോമിൽ മഷി പുരട്ടിയും സ്നേഹ ആലിംഗനം ചെയ്തുമാണ് മടങ്ങിയത്. ഇന്നത്തെ പരീക്ഷ എളുപ്പമുണ്ടായി, ടോട്ടലും കുഴപ്പമുണ്ടായിട്ട. മോഡലിനെ കാട്ടി എളുപ്പമുണ്ടായി, ഹിന്ദി നല്ല എളുപ്പമുണ്ടായി. A+ കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. സോഷ്യലി ടഫ് ഉണ്ടാവും എന്നെല്ലാം വിചാരിച്ച്. സോഷ്യൽ കുഴപ്പമില്ല, ഈസി ഉണ്ടായിന്. മറ്റേ ഫിസിക്സ് എല്ലാം കുറച്ച് ടഫ് ഉണ്ടായിന്, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഉറപ്പുണ്ട് കിട്ടുമെന്ന്. പക്ഷേ ഹിന്ദി എളുപ്പമുണ്ടായി, ഇന്ന് എളുപ്പമുണ്ടായി. പക്ഷേ ഇവിടെ വീട്ടിൽ പോകുമ്പോൾ അടുത്തത് നോക്കണം, നല്ല സ്കൂളിൽ അങ്ങനെ നല്ല മാർക്കിങ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം അത്ര നല്ല ഇതിൽ പഠിപ്പിച്ചിന്, പഠിപ്പിച്ച് തന്നെ വന്നിന്, അതുകൊണ്ട് ഈസി ഉണ്ടായി. എക്സാമിൽ നല്ല ഈസി ഉണ്ടായിന്, ഹിന്ദിയിൽ നല്ല ഈസി ഉണ്ടായിന്, സോഷ്യൽ കുറച്ച് ടഫ് ഉണ്ടായി, എന്തെങ്കിലും കഴിഞ്ഞ പോലെ എഴുതിന്. പിന്നെ നമുക്ക് ഈ സ്കൂളിൽ പ്രദേശം നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിന്. എൻ്റെ ഭാവിയിൽ കുറച്ച് എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടീന്. നല്ല ടീച്ചേഴ്സും ഈ സ്കൂളിൽ നല്ല പറഞ്ഞു നല്ല സ്നേഹത്തോടാണ് ടീച്ചേഴ്സ് എല്ലാം നല്ല നമ്മളോട് ഉണ്ടാകുന്നത്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 3 ആരംഭിക്കും. 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകളും ഏപ്രിൽ 3 ആരംഭിക്കും. 8 ക്യാമ്പുകളിലായി 2,200 അധ്യാപകരാണ് പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.